ആൽഫ ഹിൽ ക്ലിനിക്കിലെ എസ്തെറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ സോന നൌഷാദിനോട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന്. ഡോക്ടർ പ്രത്യേകിച്ചും പണ്ടൊക്കെ വളരെ ഒക്കേഷണറി ചെയ്തുകൊണ്ടിരുന്ന പല ഫേഷ്യൽ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സർവീസസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൽഫ ഹീലിൽ കൊടുക്കുന്നത്? നമുക്കിവിടെ മെയിൻലി മെഡി ഫേഷ്യൽസ് ഉണ്ട്. സാധാരണ സലൂണിൽ നമ്മൾ ചെയ്യുന്ന ഫേഷ്യൽസ് ആണ്. അപ്പോൾ നമ്മളൊരു കോസ്മെറ്റോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക് എന്ന് പറയുമ്പോൾ വി ഗേവ് മെഡി ഫേഷ്യൽസ്. മെഡി ഫേഷ്യൽസിനാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീൽസ് ഉണ്ട്. വി ഹാവ് ഹൈഡ്രാ ഫേഷ്യൽസ് ഉണ്ട്, വി ഹാവ് കാർബൺ പീൽ ഉണ്ട്, ദെൻ വി ഹാവ് മൈക്രോ നീഡ്ലിംഗ്, MNRF. സോ ഡിഫറെൻറ്റ് ഓരോ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ആ ഒരു സ്കിന്നിന് ഏറ്റവും വാട്ട് ഇസ് ദ റൈറ്റ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. സോ വൺസ് യു കം ടു അസ് വിൽ സീ ഹൗ എത്രത്തോളം നിങ്ങളുടെ സ്കിന്നിന് ഇപ്പം നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ആണോ, റിങ്കിൾസ് ആണോ, ആൻറ്റി ഏജിങ് ആണോ, അതോ വേറെ എന്തെങ്കിലും സൺ ലെൻറ്റിക്കോസ് ഓർ ഫ്രെക്കിൾസ് ആണോ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ് ഓഫ് ദ പേഷ്യൻറ്റ് ഞങ്ങൾ ഓരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും. സോ ഇറ്റ് ഇസ് നോട്ട് എ വൺ ടൈം പ്രൊസീജിയർ. മെയിൻലി നമ്മൾ നോക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കും ഇറ്റ് ഇസ് ഒരു 1 day പ്രൊസീജിയറാണ്. ബട്ട് ഇതൊരു സെഷൻ പോലെയാണ്. നമുക്ക് ആ ഒരു ഐഡിയൽ സ്കിൻ ടോൺ നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസൈർഡ് റിസൾട്ട്സ് വേണമെങ്കിൽ വി ഹാവ് ടു ഗോ ഇൻ ടു എ സെഷൻ. അപ്പം നമുക്ക് ആ ഒരു പാക്കേജ് പോലെ അവൈലബിൾ ആണ്. വി ഹാവ് ലൈക്ക് ബ്രൈഡ്സ് ആണെങ്കിൽ വി ഹാവ് ബ്രൈഡൽ പാക്കേജ്, അല്ലെങ്കിൽ വി ഹാവ് ഫോർ ഗ്രൂമിലാണെങ്കിൽ വി ഹാവ് ഗ്രൂം പാക്കേജ് ആയിട്ടുണ്ട്. സോ ഐഡിയലി ബിഫോർ മാരേജ് യു ക്യാൻ കം ഫോർ ലൈക്ക് പാക്കേജ് ആയിട്ട് സെലക്ട് ചെയ്യാം. അല്ല ഇഫ് യു ആർ കമ്മിങ് ഫോർ എ ഹെയർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണെങ്കിലും ലൈക്ക് ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ഹെയർ ഫോൾ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കം ഫോർ PRP or GFC സെഷൻ. PRP GFC എന്ന് പറയുമ്പോൾ എവറിബഡി നോസ് ഇറ്റ്സ് എ പ്ലാസ്മ റിച്ച് പ്രോട്ടീൻ്റെ ഇതാണ്. ആൻഡ് GFC is same like that with a little bit of growth factors which has more better results. പിന്നെ we have apart from the rest of the clinics what we have is OLT treatment. അപ്പോൾ ഓക്സിജൻ ലേസർ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അത് നമ്മൾ PRP GFC ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഡാൻഡ്രഫിനെ മെയിൻലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എല്ലായിടത്തും നമുക്ക് ഡാൻഡ്രഫ് ഷാംപൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം വി ഹാവ് ഓക്സിജൻ ലേസർ തെറാപ്പി. ദാറ്റ് ഇസ് എ പ്രൊസീജിയറാണ്. ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ഉണ്ട്, റെഡ് ലൈറ്റ് ഉണ്ട്, വി ഹാവ് എ ലേസർ കോം. സോ വിത്തിൻ ഐഡിയലി ഒരു 3 to 4 സെഷൻ കഴിയുമ്പോൾ കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ വി ഹാവ് ടു ബി ക്ലീൻ ഓഫ് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ടവൽസ് മാറ്റണം, കോംബ് മാറ്റണം, നമ്മുടെ ഒരു സെപ്പറേറ്റ് ടവൽസ് ഇതെല്ലാം കീപ്പ് ചെയ്യുകയാണെങ്കിൽ ദിസ് ട്രീറ്റ്മെൻറ്റ് വിൽ ബി എഫക്റ്റീവ് ഫോർ യു ഇൻ ലൈക്ക് 3 to 4 സെഷൻസ്. അതിന് നമുക്ക് പാക്കേജ് ആയിട്ട് അവൈലബിൾ ആണ്. യൂഷ്വലി എല്ലാവരും ഒരു ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു സലൂൺ ട്രീറ്റ്മെൻ്റ് ആണ് എവറിബഡി ഗോസ്. പക്ഷെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി നമുക്ക് ഡബിൾ ദി എഫക്റ്റ് റിസൾട്ട് ഉണ്ട്. ഇറ്റ്സ് എ ഗ്യാരണ്ടീഡ് റിസൾട്ട്സ് ആണ് ഇതിന് മെയിൻലി വരുന്നത്. ബട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആവും. സോ അതിന് നമ്മൾ വി ഹാവ് ടു കീപ് ദറ്റ് കെയർ. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു അനുസരിച്ചിരിക്കും ഇതിൻ്റെ റിസൾട്ട്സും. ഇപ്പം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നൗ ഇപ്പം IV ഗ്ലൂട്ടയാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ IV ഗ്ലൂട്ട എടുക്കുമ്പോൾ യു ബിക്കം 1 to 2 shades ലൈറ്റർ ദാൻ യുവർ സ്കിൻ ടോൺ. ബട്ട് it depends on each and everybody's metabolism. Some people it might work. ചില ആൾക്കാർക്ക് IV ഗ്ലൂട്ട എടുത്ത 2 shades ലൈറ്റർ ആയിട്ട് വരാം, മേ ബി ഇൻ 1 or 2 സെഷൻസ്, അല്ലെങ്കിൽ 4 to 5 സെഷൻസ് എടുത്ത് ഡിഫറൻസ് വരുന്നവരുണ്ട്. പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പീപ്പിൾ. അപ്പം നമുക്കൊരു ഗ്യാരണ്ടി പോലെ പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഹാസ് നോ സൈഡ് എഫക്ട്സ്. അപ്പോൾ ഇതിന് നമുക്ക് എടുക്കുന്നതാണ് ഒരു സൈഡ് എഫക്ട്സ് വിട്ട് ഇറ്റ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ മെനി. ഇറ്റ്സ് എ ഡീടോക്സിഫിക്കേഷൻ ഒരു പ്രോബ്ലം ഇതുപോലെ. ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് എടുത്ത ഒരുപാട് ആൾക്കാർക്കും ചിലപ്പോൾ പിന്നീടും പല സംശയങ്ങളും കാണും. ഏതെങ്കിലും രീതിയിൽ പിന്നെ ഇങ്ങനത്തുള്ള സംശയങ്ങൾക്ക് ആൽഫ ഹീൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അവർക്ക് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് മെഡി ഫേഷ്യൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഒരു ദിവസം വന്ന് ചെയ്തു നമ്മൾ പാർലറിൽ പോകുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. മെഡി ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൊസീജിയറാണ്. ഇറ്റ്സ് എ പാക്കേജ്. അപ്പോൾ 1 സിറ്റിങ്ങിൽ നമുക്ക് ഒരു പ്രോബ്ലം, സ്കിൻ പ്രോബ്ലം, ഇപ്പം നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മെലാസ്മ ഉണ്ട്, ഫ്രെക്കിൾസ് ഉണ്ട്, അങ്ങനെ എന്തുണ്ടെങ്കിൽ റിങ്കിൾസ് ഉണ്ട്, 1 സിറ്റിങ്ങിൽ കൊണ്ട് നമുക്ക് ഒരു പ്രൊസീജിയറും അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ പ്രൊസീജിയർ ഓഫ് മേ ബി ഒരു 3 to 4 സെഷൻസ് ആണ് നമ്മൾ ഐഡിയലി പറയുന്നത്. ഏതൊരു പ്രോബ്ലം ആയാലും ഒരു 3 to 4 സെഷൻസ് നമ്മൾ ഐഡിയലി നമ്മൾ പറയും. ആ ഓരോ സെഷന് കാരണം നമ്മൾ ഈ സെഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സ്കിൻ ഫ്രം ദ നോർമൽ പീപ്പിൾ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആണ് നമ്മുടെ സ്കിൻ. അപ്പോൾ ഐഡിയലി വാട്ട് വി ഹാവ് ടു ഡു ഇസ് നമ്മുടെ SPF 50 വരുന്ന സൺസ്ക്രീൻ ഇസ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. അപ്പോൾ ആ സൺസ്ക്രീൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ദ റിസൾട്ട്സ് വിൽ ബി മെയിൻറ്റെയിൻ ലോങ്ങർ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മൾ ഒരു 15 minutes 10 minutes എങ്കിലും ഒന്ന് എക്സസൈസ് ചെയ്യണം. എക്സസൈസ് അല്ലെങ്കിൽ ഒന്ന് നടക്കുക, എവിടെയെങ്കിലും ഒന്ന് വീട്ടിൻ്റെ അകത്തായാലും അല്ലെങ്കിൽ പാർക്കിലായാലും 10-15 minutes നടക്കുക. പിന്നെ ഇപ്പോഴത്തെ ചൂടിൽ വെള്ളം കുടിക്കുന്നതും പിന്നെ ആ ഒരു നമ്മളിപ്പോൾ ഒരു
പ്രൊസീജിയർ ചെയ്യുന്നു, നമ്മുടെ ഒരു ഇറ്റ്സ് എ 50-50 പോലെ. നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്നു ആൻഡ് ഫ്രം ദ പേഷ്യൻ്റ് സൈഡ് അവിടെ നിന്നും ഒരു 50% നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട്സ് ടു ദ മാക്സിമം നമ്മൾക്ക് വേണമെങ്കിൽ അവരും അവരുടെ സൈഡിൽ നിന്ന് ഒരു 50% നമ്മൾ ഇൻപുട്ട് വേണം. ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് തന്നെയാണ്. പ്രത്യേകിച്ചും ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ കോസ്റ്റ്ലി ആണെന്നുള്ളൊരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത്തരത്തിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് തന്നെയാണോ? ആൽഫ ഹീൽ എന്ന് പറയുമ്പോൾ അതാണ് ഡിഫറൻസ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ക്ലിനിക്സ് വെച്ച് നോക്കുമ്പം നമ്മുടെ ആൽഫ ഹീൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ അഫോർഡബിൾ ടു എവ്രിബഡി. എല്ലാവർക്കും ഇപ്പോൾ ആണെങ്കിലും ലൈക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് മെഡി ഫേഷ്യൽസ് ആൻഡ് ഓൾ ദ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആക്കാനാണ് നമ്മുടെ ഒരു ടീം വർക്ക് ആക്ച്വലി.